എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അപ്പോൾ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗാഥയാണെന്ന് തെറ്റിദ്ധരിച്ച് കൃഷ്ണയെ ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് ഗാഥയ്ക്കൊന്നും കൃഷ്ണയ്ക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ നവീൻ തന്നെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പം കൃഷ്ണ പറയുന്നത് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് മറ്റേ പെർഫ്യൂം വലിച്ചെടുക്കുകയാണ്. ആ എടുക്കുന്ന സമയത്ത് നമ്മുടെ നവീൻ പറയും ഇല്ല ഇത് മുഴുവൻ കഴിച്ച് തീർത്താലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ അവൻ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുകയാണ്. എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ കാറിൽ കൊണ്ടുവിടാമെന്നും പറഞ്ഞിട്ട് നവീൻ അങ്ങനെ സിദ്ധാരയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കുകയാണ്. ഇറക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇറങ്ങിയപ്പോൾ അപ്പം നവീൻ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. ഇതുവരെ പിണക്കം മാറിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുക. അങ്ങനെ കൃഷ്ണ നടന്നിങ്ങനെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഓർക്കും ഇവരെന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടത്, ഇവർക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ ആണെന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സുനന്ദയുടെ കയ്യിൽ പെർഫ്യൂം കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ വണ്ടി ഓടിച്ച് ഒരു സൈക്കിളുകാരനെ ഇടിച്ച് വീഴ്ത്തുകയൊക്കെ ചെയ്യും. അങ്ങനെ ഗാഥ ഭയങ്കര ദേഷ്യത്തിലും പിണക്കത്തിലുമായി ഇങ്ങനെ നടക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കീർത്തിയൊക്കെ ആണെങ്കിൽ ഈ ഗാഥയാണെന്ന് തെറ്റിദ്ധരിച്ച് കൃഷ്ണയെ നല്ല നാടൻ ലുക്കിൽ കണ്ടതുകൊണ്ട് ഒരു ധാവണിയൊക്കെ നമ്മുടെ കീർത്തിക്ക് വാങ്ങുകയാണ്. അപ്പോൾ കീർത്തി ചോദിക്കുന്നത് എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചെന്ന് പറയുന്നു. അപ്പം പറയുന്നത് ഇത് കണ്ടാൽ നവീന് ഇഷ്ടപ്പെടും, ഇന്ന് നീ കണ്ടില്ലേ അവൾ അത്രയും പണക്കാരിയായിട്ട് പോലും ധാവണി ഉടുത്ത് വന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ കാറിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് നമ്മുടെ സുനന്ദയുടെ അടുത്ത് നമ്മുടെ കൃഷ്ണ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കും. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായെന്നും പറഞ്ഞിട്ട് കൃഷ്ണ പറയുകയാണ്. അപ്പോൾ പറയാണ് ഇത് ഇത് ഞാൻ കണ്ട ഏതോ സിനിമയിലെ നായകനും നായികയും തമ്മിലുള്ള പ്രണയം പോലെ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അവൾ ദേഷ്യപ്പെടും, എൻ്റെ ഡ്രസ്സ് ഞാൻ പൊക്കോളാന്ന് പറയും. അങ്ങനെ സുനന്ദ ഡ്രസ്സ് എടുക്കാൻ പോയി. ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ മദ്യപിച്ചിട്ടൊക്കെ വണ്ടി ഓടിച്ച് വരികയാണ് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലെത്തി ആടി ഉലഞ്ഞിങ്ങനെ കയറി പോകുന്ന സമയത്ത് സിതാര മോളെ എന്ന് വിളിക്കുക. അപ്പോൾ അവൾ അതൊന്നും കേൾക്കത്തില്ല. അങ്ങനെ റൂമിൽ കയറിയപ്പോൾ മൊബൈൽ എറി. ആ സമയത്ത് സിതാരയുടെ കൂടെയുള്ളവരും വന്നിങ്ങനെ നോക്കിയാണ്. അപ്പം വളരെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയാണ് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതേ സമയമാണെങ്കിൽ കൃഷ്ണയാണെങ്കിൽ ഇങ്ങനെ നവീനുമായിട്ട് കൂടെ ഇരുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നലോകത്തെന്ന പോലെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതുപോലെ നമ്മുടെ കൃഷ്ണയുടെ അമ്മയ്ക്ക് അസുഖം കൂടി ഹോസ്പിറ്റലൊക്കെ ആവുന്നു. അങ്ങനെ കൃഷ്ണയ്ക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. പക്ഷെ പൈസയൊന്നും ആയില്ല, വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെ ഗോപാലൻ നായർ കയ്യിലുള്ള കുറച്ച് പൈസ എടുത്ത് നമ്മുടെ എന്താ പറയുക കൃഷ്ണയ്ക്ക് ഏൽപ്പിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ മോളെ, തൽക്കാലം എനിക്കിത് തരാനേ നിവൃത്തിയുള്ളെന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്തേക്ക് കേൾക്കും. കാരണം ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഇതേ സമയത്ത് ഗാഥയാണെങ്കിൽ അവിടെ വലിയ പ്രശ്നമാക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അതിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.